ഊരവേദനയായിട്ട് സഹിക്കാൻ പറ്റാണ്ടായിട്ട് എനിക്ക് 17 വർഷമായിരുന്നു. അത് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, എന്നിട്ടൊന്നും കുറവില്ലായിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് നമ്പർ കൊടുത്തതാണ്. ഇവിടെ കൊണ്ടോട്ടി എയർപോർട്ടിനടുത്തുള്ള ഇബ്രാഹിം വൈദ്യരെ. അപ്പോൾ അവിടെ പോയി ഉഴിച്ചിൽ കഴിഞ്ഞ് നാളേക്കൽക്ക് 15 ദിവസമാവും. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാടെന്നല്ല, 100% എന്ന് തന്നെ പറയാം. അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ അനുഭവപ്പെട്ടത്. ആകുമ്പോൾ ഞാൻ വീട്ടിൽ വഴുതി വീണതാണ്. അന്ന് മുതൽക്കേ എനിക്ക് ഊരവേദന ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വരും പോവും അങ്ങനെ ആയിട്ടാണ്. പല ഡോക്ടർമാരെ കാണിച്ചു. കുറ്റിപ്പുറങ്ങളെടുത്ത് പോയിട്ട് 14 ദിവസം അവിടെ ഉഴിച്ചിൽ കഴിഞ്ഞു. എന്നിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൂടുതലാവുമ്പോൾ അങ്ങനെ കൂടുതൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഡോക്ടറെ കാണിക്കും. അങ്ങനെയായിരുന്നു. എനിക്കിപ്പോൾ ഒരു 4 മാസം മുന്നേ അതിലിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ടെറസിൻ്റെ മേലെ വഴുതി വീണപ്പോൾ ഊര് കുത്തിയിട്ടാണ് വീണത്. കയ്യും കുത്തി. പക്ഷെ ആ വീണയിൽ ഭയങ്കരമായിട്ട് വീണപാട് വേദന അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് തോനെ വർക്കുകളൊക്കെ ചെയ്തപ്പോൾ വീടിൻ്റെ മേലെ കയറി ടൈലും റാക്ക് വൃത്തിയാക്കലും ഒക്കെ തുടങ്ങിയപ്പോൾ വേദന ഇളകിയിട്ട് പറയുക വെച്ചാൽ ഭയങ്കര വേദന മാത്രമല്ല, ചുട്ടുനീറ്റം. നമ്മളെ മുറിവുമ്മേ മുളക് അരച്ച് വെച്ച് തേച്ച പോലത്തെ ചുട്ടുനീറ്റാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെയായിട്ട് 4 മാസമായി ഞാനിപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു സ്ഥിരമായിട്ടുള്ള വേദന. എന്നിട്ട് ഡോക്ടർമാരെ കാണിക്കും. അപ്പോൾ ഡോക്ടർമാർ റെസ്റ്റ് എടുക്കാനാണ് മെയിനായിട്ട് പറയണത്. മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ല, മെയിനായിട്ട് റെസ്റ്റ് എടുക്കണം, അതന്നെ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ടും വലിയ മാറ്റമില്ല. അങ്ങനെ ആയിട്ടാണ് ഞാൻ യൂട്യൂബിലൊരു ഭൂമി പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് 5 ദിവസത്തെ തെറാപ്പിയും കുഴിച്ചിലും അങ്ങനെയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടിയും എന്താ പറയുക, വേദന കൂടുതലാവുക ചെയ്തത്. അങ്ങനെ അന്നോ എന്നോട് പറഞ്ഞിരുന്നു ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി നോക്ക്, ഞാൻ ഗ്യാരണ്ടി തരാമെന്നൊക്കെ. പക്ഷേ ദൂരമായ കാരണം, പോക്കുവരവിൻ്റെ ഒരു ബുദ്ധിമുട്ടായ കാരണമാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത്. പിന്നെ ഹസ്ബൻഡ് പോയി വീണ്ടും വേദന കൂടുതലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം പറഞ്ഞു തന്നത്. അങ്ങനെ അവിടെ പോയി ഒറ്റ ദിവസത്തെ ഉഴിച്ചിലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് എൻ്റെ വണ്ടിയിലിരുന്നു. അവിടെ എത്തുമ്പോഴത്തേനും കുറച്ച് ലോങ് ഉണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വെട്ടിലൊക്കെ ചാടുമ്പോഴൊക്കെ ഭയങ്കര വേദന കാര്യങ്ങളൊക്കെ. അവിടെ പോയി വൈദ്യരെ കണ്ടു. ഉഴിച്ചിൽ കഴിഞ്ഞ പാടന്നെ എൻ്റെ ചുട്ടുകത്തലിന് പിന്നെ ഉണ്ടായിട്ടില്ല. ആ കൊടുമപ്പെട്ട ചുട്ടുകത്തൽ എങ്ങോട്ടാണ് പോയി, ആ ഉഴിച്ചിൽ കഴിഞ്ഞ പാടെ ചുട്ടുകത്തൽ പിന്നെ അനുഭവപ്പെട്ടിട്ടില്ല. അവിടെ പോയി ഒരു അരമണിക്കൂറിലേറെ ഉഴിച്ചിലുണ്ടായിരുന്നു. ആ ഉഴിച്ചിൽ കഴിഞ്ഞ പാടന്നെ ആ ചുട്ടുകത്തൽ മാറി. പിന്നെ ആ ഉഴിഞ്ഞിട്ടുള്ള ഒരു വേദനയും കാര്യങ്ങളും ഒരു 2-3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു 100% തന്നെ പറയാം, നല്ല മാറ്റം തന്നെയാണ്.